ഹമാസ് തലവൻ യഹിയ സിൻവറിനെ തിരഞ്ഞ് റഫയിലെത്തിയ ഇസ്രായേലിന് വമ്പൻ തിരിച്ചടി. ഹമാസ് നടത്തിയ പ്രത്യാക്രമണത്തിൽ 4 ഇസ്രായേലി സൈനികർ കൊല്ലപ്പെട്ടു. 12 ഇസ്രായേലി സൈനികർക്ക് ഗുരുതരമായി പരിക്കേറ്റു. ടൈംസ് ഓഫ് ഇസ്രായേൽ ഇക്കാര്യം സ്ഥിരീകരിച്ചു. ഇസ്രായേലിലെ പത്രമായ ടൈംസ് ഓഫ് ഇസ്രായേൽ ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. റഫയിൽ യഹിയ സിൻവാർ ഉണ്ടെന്ന വിവരം വെച്ചാണ് റഫയിൽ ഇസ്രായേൽ ആക്രമണം തുടങ്ങിയത്. റഫ ഹമാസിൻ്റെ കേന്ദ്രമാണ്, ഹമാസിൻ്റെ ശക്തി കേന്ദ്രമാണ് റഫ. അവിടേക്ക് ഇസ്രായേൽ ഇത്തവണ കരയുദ്ധമാണ് നടത്തുന്നത്. വ്യോമ ആക്രമണം മാറ്റിവെച്ച് കരയുദ്ധം നടത്തുകയാണ് ഇസ്രായേൽ. കരയുദ്ധം നടത്തിയ ഇസ്രായേലിന് ശക്തമായ തിരിച്ചടി ലഭിച്ചിരിക്കുന്നു. റഫയിൽ നിന്നും യഹിയ സിൻവാർ ഖാൻ യൂനിസിലേക്ക് പോയെന്ന റിപ്പോർട്ട് ശക്തമാണ്. ഭൂഗർഭ തുരങ്കത്തിലൂടെയാണ് യഹിയ സിൻവറും കുടുംബവും ഖാൻ യൂനിസിലേക്ക് പോയത്. യഹിയ സിൻവറെ ഇതുവരെ പിടിക്കാത്തത് ഇസ്രായേലിന് വലിയ നാണക്കേടായിട്ടുണ്ട്. ഒക്ടോബർ 7 ഹമാസ് നടത്തിയ മിന്നലാക്രമണത്തിൻ്റെ സൂത്രധാരൻ യഹിയ സിൻവറായിരുന്നു. അന്നു മുതൽ ഇസ്രായേലി സേനയുടെ ഹിറ്റ് ലിസ്റ്റിലായിരുന്നു യഹിയ സിൻവർ. യഹിയ സിൻവറെ കൊല്ലാൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ ഈ യുദ്ധം ആരംഭിച്ചത് തന്നെ. പക്ഷേ യഹിയ സിൻവറെ ഇതുവരെയും കൊല്ലാനും കഴിഞ്ഞില്ല. ഹമാസ് പോരാളികൾക്ക് വൻ നാശനഷ്ടം ഉണ്ടാക്കാനും കഴിഞ്ഞില്ല. അതേസമയം അമേരിക്ക ഇസ്രായേലിനെ പൂർണ്ണമായും കൈവിട്ടിരിക്കുകയാണ്. അമേരിക്കയ്ക്ക് കൈപൊള്ളി. അമേരിക്കയുടെ സഹായമില്ലെങ്കിലും ഹമാസിനെ നേരിടാൻ തങ്ങൾക്കറിയാമെന്ന് നെതന്യാഹു പറഞ്ഞത് ജോ ബൈഡന് വലിയ തിരിച്ചടിയായി മാറി. ജോ ബൈഡൻ ആകെ വിഷാദവാനായി ഇരിക്കുകയാണ്. പാലൂട്ടി വളർത്തിയത് പാമ്പിനെയാണെന്ന് അമേരിക്ക തിരിച്ചറിഞ്ഞിരിക്കുന്നു. പാലൂട്ടി വളർത്തിയ പാമ്പ് തങ്ങളുടെ കയ്യിൽ കൊത്തുന്നത് അമേരിക്ക തിരിച്ചറിയുന്നു. അമേരിക്കയുടെ സഹായമില്ലാതെ ഞങ്ങൾ യുദ്ധത്തിന് ഇറങ്ങിക്കൊള്ളാം, ഹമാസിനെ നേരിടേണ്ടത് എങ്ങനെയെന്ന് ഞങ്ങൾക്കറിയാം. ഇതാണ് നെതന്യാഹു പറഞ്ഞിരിക്കുന്നത്. നെതന്യാഹുവിൻ്റെ മന്ത്രിസഭയിലെ എല്ലാ അംഗങ്ങളും നെതന്യാഹുവിന് പിന്തുണ അറിയിച്ചു. നെതന്യാഹുവിൻ്റെ മന്ത്രിസഭയിലെ അംഗങ്ങളെല്ലാം അമേരിക്കയെ ഇപ്പോൾ രൂക്ഷമായി വിമർശിക്കുകയാണ്. ഇതാണ് അമേരിക്കയ്ക്ക് കിട്ടിയ 8ൻ്റെ പണി. യഹിയ സിൻവറിനെ തിരഞ്ഞുപോയ ഇസ്രായേലിന് ശക്തമായ തിരിച്ചടി നൽകിക്കൊണ്ട് ഹമാസ് പോർമുഖത്തുണ്ട്. ഹമാസിൻ്റെ മിന്നലാക്രമണങ്ങൾ ഇസ്രായേലിനെ തകർത്ത് തരിപ്പണമാക്കുന്ന മട്ടിലാണ്. അഭയാർത്ഥികളെയൊക്കെ ആക്രമിച്ചുകൊണ്ട്, അഭയാർത്ഥികളെ പലായനം ചെയ്യിച്ചുകൊണ്ട് ഇസ്രായേൽ വളരെ ക്രൂരമായ ഒരു ആക്രമണമാണ് റഫയിൽ അഴിച്ചുവിടുന്നത്. മാത്രമല്ല മറ്റൊരു പ്രശ്നം കൂടി ഇപ്പോൾ ഇസ്രായേലിന് നേരെയുണ്ട്. ഹിസ്ബുള്ളയെ ഇസ്രായേലിന് നേരിടണമെങ്കിൽ അമേരിക്കയുടെ സഹായം വേണം. അമേരിക്കയുടെ സഹായമില്ലാതെ ഹിസ്ബുള്ളയെ ഇസ്രായേലിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇക്കാര്യം ഇസ്രായേലിനെ അസ്വസ്ഥമാക്കുന്നുണ്ട്. ഹമാസിനെ നേരിടേണ്ടത് ഇസ്രായേലിനറിയാം, പക്ഷേ ഹിസ്ബുള്ളയെ നേരിടാൻ പാടാണ്. ഇറാൻ്റെ ആയുധക്കരുത്തുള്ള ഹിസ്ബുള്ള പോരാളികൾ അവർ ശക്തരാണ്. ലെബണനിൽ അവർ ശക്തരാണ്. അവരെ നേരിടണമെങ്കിൽ അമേരിക്കയുടെയും ബ്രിട്ടൻ്റെയും നാറ്റോ രാജ്യങ്ങളുടെയും ഒക്കെ സഹായം ഇസ്രായേലിന് ആവശ്യമാണ്. എന്തായാലും അമേരിക്ക ഇസ്രായേലിനെ കൈയൊഴിഞ്ഞു കഴിഞ്ഞു. ഇരുവരും തമ്മിലുള്ള ബന്ധം വിച്ഛേദിച്ചു കഴിഞ്ഞു. അമേരിക്കൻ ക്യാമ്പസുകളിൽ വിദ്യാർത്ഥി പ്രക്ഷോഭം പടരുകയാണ്. അതുകൊണ്ട് തന്നെ ജോ ബൈഡന് 2-1 തീരുമാനിക്കേണ്ട സ്ഥിതിവിശേഷം വന്നിരിക്കുന്നു. അല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ പ്രക്ഷോഭം തൻ്റെ സ്ഥാനം തെറിപ്പിക്കുമെന്ന് ജോ ബൈഡൻ കണക്ക് കൂട്ടുന്നു. അതുകൊണ്ട് തന്നെയാണ് റഫയിലെ ആക്രമണത്തിന് അമേരിക്ക അനുമതി നൽകാത്തത്. പക്ഷേ അമേരിക്കയുടെ അനുമതി ഇസ്രായേലിന് പ്രശ്നമല്ല. അമേരിക്കയുടെ അനുമതിയില്ലാതെ അമേരിക്കയെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഇസ്രായേൽ ഇപ്പോൾ റഫയിൽ നമ്മുടെ യഹിയ സിൻവറിനെ തിരക്കി നടക്കുന്നു. യഹിയ സിൻവറിൻ്റെ പൊടി പോലും ഇസ്രായേലിന് കിട്ടിയിട്ടില്ല എന്നതാണ് സത്യം.